സഹോദരന്മാരെ, അല്ല പറയുകയാണ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലുടെയും വ്യതിയാനത്തിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ധാരാളം തെളിവുകളുണ്ട്. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത്, അവനെ പ്രിയം വെക്കേണ്ട ആവശ്യം, അവനെ സ്നേഹിക്കേണ്ട ആവശ്യം, അവനെ അനുസരിക്കേണ്ട ആവശ്യം, അവനിലേക്ക് മനസ്സിലേക്കേണ്ട ആവശ്യം, അവനിലേക്ക് ജീവിതം തിരിക്കേണ്ട ആവശ്യം, അവനെ അനുസരിച്ച് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിക്കേണ്ട ആവശ്യം, അവന്റെ അധികാരത്തിന്റെ വിശാലത ഒക്കെയും ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനില്ലേ. പിന്നെ അവിടുന്ന് പറഞ്ഞു, ഖുർആനിലായത്ത് ഇങ്ങനെ ഓതിയിട്ട് അതിൽ ചിന്തിക്കാത്തവന് നാശമാണ്. ഖുർആനിലായത്ത് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഓതിയിട്ടും പഠിച്ചിട്ടും ചിന്തിക്കാത്തവന് നാശമാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോ ഔസാഇ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ അതിൽ ചിന്തിക്കാതെ ചിന്തിക്കലെങ്ങനെ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖുർആനിൽ ആയത്തുകൾ ഓതുകയും പഠിക്കുകയും അത് ചിന്തിക്കുകയും എന്നിട്ട് അതനുസരിച്ച് അല്ലാഹുവിലേക്ക് തിരിയുകയുമാണ് വേണ്ടത്. ഓ സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു ജല്ല ജലാലുഹു സജ്ജനങ്ങളുടെ മഹത്വം പറയുന്ന സ്ഥലത്ത് അതാ 7ഉം 8ഉം മഹത്വമായി പറഞ്ഞത്. വല്ലദീന, അതാ 7ാമത്തെ മഹത്വമായി പറഞ്ഞത്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഹി മർറൂ കിറാമാ. ബാത്തിലായ അനാവശ്യമായ എല്ലാ ഒരു വിഷയത്തിലും അവർ ഹാജരാകുന്നില്ല. അത്തരം സ്ഥലത്തുകൂടി നടന്നുപോയാൽ തന്നെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിനെതിരായ ബാത്തിൽ പറയുന്ന ആളുകൾ വന്ന് ബാത്തിൽ പറയുമ്പോ അവിടെ പോയി ഇരുന്നു കൊടുക്കൽ ഹറാമല്ലേ സഹോദരന്മാരെ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള വ്യക്തികൾ അവര് സംസാരിക്കുന്ന സദസ്സിൽ പോയി ഇരിക്കുന്നതും അവരെ ക്ലാസ് കേൾക്കുന്നതും അവരെ CD കേൾക്കുന്നതും അവരുടെ പുസ്തകം വായിക്കുന്നതും അവരെ സദസ്സിൽ പോയിരിക്കുന്നതും ഹറാമല്ലേ, ജായിസല്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞിട്ടില്ലേ? അത് തന്നെയല്ലേ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി തങ്ങളും പറയുന്നത്. മറ്റൊരായത്തും കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. അല്ലാഹുവിന്റെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികൾ, അതിന്റെ അർത്ഥം മാറ്റി പറയുന്ന കക്ഷികൾ, അത്തരം കക്ഷികളെ കണ്ടാൽ ഫഅരിലും നിങ്ങൾ തിരിഞ്ഞു കളയണം. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അവരത്തരത്തിലുള്ള അവരുടെ പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ സംസാരം സംസാരിക്കുമ്പോൾ ആ സംസാരമുള്ള സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത്. അവർ മറ്റെന്തെങ്കിലും സംസാരിക്കുന്നത് വരെ നിങ്ങൾ മാറിക്കളയണം. ഇനി പിശാച് മറപ്പിച്ചിട്ട് നിങ്ങളെങ്ങാനും ഇരുന്നു പോയാൽ അക്രമികളായ ജനങ്ങളുടെ കൂടെ ഓർമ്മ വന്നതിന് ശേഷം നിങ്ങൾ ഇരിക്കരുത് കേട്ടോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹുമുല്ലദീന യഖൂലൂന ഫിൽ ഖുർആനി ഗൈറൽ ഹഖ്. ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ ശരിയായ വ്യാഖ്യാനമല്ലാതെ മുൻഗാമികളായ ഇമാമികളും മഹാന്മാരും പഠിപ്പിക്കാത്ത വ്യാഖ്യാനം പറയുന്നവരാണ് അതുകൊണ്ട് ഉദ്ദേശം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഇമാം തബരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, അബൂ ജഅഫർ മുഹമ്മദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുജാലിസു അഹ്ലൽ ഖുസൂമാത്തി. ഇല്ലാത്ത തർക്കങ്ങൾ, സമുദായത്തിൽ പുതിയ പുതിയ ആശയങ്ങളും തർക്കങ്ങളും കൊണ്ടുവരുന്നവർ അവരെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഫഇന്നഹുമുല്ലദീന യഖൂലൂന ഫീ ആയാത്തില്ലാഹി, അവർ അല്ലാഹുവിന്റെ ആയത്തുകളിൽ അനാവശ്യമായി കടന്ന് സംസാരിക്കുന്നവരാണ്. മുൻഗാമികൾ സംസാരിച്ച് നേരെ സംസാരിക്കുന്നവരാണ്. അതിങ്ങനെ വിവരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ശത്രുവിന്റെ ഭൂമിയിലേക്ക് കടന്നു ചെല്ലൽ നമ്മളെ പണ്ഡിതന്മാർ തടഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മറ്റുള്ള മതക്കാരുടെ ദേവാലയങ്ങളിൽ പോകുന്നത് നമുക്ക് തടഞ്ഞി നമ്മുടെ ഇമാമിങ്ങൾ അതാ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, യുക്തിവാദികൾ, അതുപോലെ കള്ളത്തരീഖത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ അതാ ഖാദിയാനികൾ, പുതിയ നബിവെന്ന് പോയെന്ന് പറയുന്നവര്, അതുപോലെ നിസ്കാരം വേണ്ട നോമ്പ് വേണ്ടെന്ന് പറയുന്നവര്, ഇങ്ങനത്തെ അവിശ്വാസികളായ കക്ഷികളുടെയും പുത്തൻവാദികളുടെയും സദസ്സിൽ പോയിരിക്കുന്നതും ഇമാമിങ്ങൾ വിരോധിച്ചിരിക്കുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിങ്ങൾ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഇംറാൻ റളിയല്ലാഹു അൻഹുവിനോട് അതാ സുന്നിയല്ലാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇസ്മാഇബിന്നി കലിമത്തൻ, നിങ്ങൾ അധികമൊന്നും കേൾക്കണ്ട, ഇതൊന്ന് കേട്ടോക്ക്, ഒറ്റ വാക്ക്, എന്റെ ഒരൊറ്റ വാക്കൊന്നും നിങ്ങൾ കേട്ടോക്ക്. ഫഅറദ അൻഹു, ഇമാം നഖീ റളിയല്ലാഹു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഇയാൾ ഒറ്റ വാക്കുകൾ
പറഞ്ഞു കേട്ടോക്ക് മഹാനവർ വലാ നിസ്വ കലിമത്തിൽ ഇന്റെ വർത്താനത്തിന്റെ ഒരു വാക്ക് പോയിട്ട് അരവാക്കും ഞാൻ കേൾക്കൂലടോ, നിന്റെ അരവാക്കും ഞാൻ കേൾക്കൂല. ഈ സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് പുറത്തു പോകാനല്ലേ, നിന്റെ അരവാക്കും ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞു ഇമാം നഖഈ റളിയല്ലാഹു അൻഹു. അതാ സാലിഹീകൾ. കാരണം അവരുടെ മനസ്സ് അള്ളാഹുവിൽ ലയിച്ചതാണ്. അള്ളാഹു തന്നെ വെറുതെ വന്നല്ല കാത്, വെറുതെ വന്നല്ല കണ്ണ്, വെറുതെ വന്നല്ല ശരീരം. അള്ളാഹിനോട് മറുപടി പറയേണ്ടിരുന്ന സമയത്തിന് അള്ളാഹുവേ ഞങ്ങളെ മനസ്സിനും നീ ഈമാനുള്ള തഖ്വയുള്ള മനസ്സാക്കി ഞങ്ങളെ മനസ്സും നീ നന്നാക്കി തരണം റഹ്മാനേ. നിന്റെ ഖുർആനും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള ഹദീസുകളും നിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഈ ഉമ്മത്തിന് ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ സർവ്വ വാക്കുകളും പ്രവൃത്തികളും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ സദസ്സിൽ നീ ദുആ ഇജാബത്ത് തരണം റഹ്മാനേ.